കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ മുന്നണികളൊക്കെ ഭയപ്പെടുന്നൊരു പാർട്ടിയാണ് ബി.ജെ.പി എന്ന് പറയുന്നത്. ആ ബി.ജെ.പി ഇത്തവണ എന്ത് എത്രമാത്രം സീറ്റ് അവർക്ക് ലഭിക്കും? അല്ലെങ്കിൽ അവരുടെ വോട്ട് ഷെയർ എത്രമാത്രം അവർ വർദ്ധിക്കും? ഇതിനെയൊക്കെ അനുസരിച്ചിരിക്കും ഈ ഇരു മുന്നണികൾക്കും ലഭിക്കുന്ന സീറ്റുകൾ, അല്ലെങ്കിൽ ഭരണത്തിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാധീനം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ സ്വാധീനമാണ് എവിടെയും ഉണ്ടാവാതിരുന്ന, ഒന്നുമല്ലാതിരുന്ന ബി.ജെ.പി കേരളത്തിൽ ചെലുത്തിയിട്ടുള്ളത്. ആ ഒരു മാറ്റം വല്ലാത്തൊരു മാറ്റമല്ല. എങ്ങനെയാണ് മാഷ് അതിനെ വിലയിരുത്തുന്നത്? അല്ല, ഗൗതമിൻ്റെ ആ നിരീക്ഷണം വളരെ ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ ഗെയിം ചേഞ്ചർ ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് അകന്നു നിന്ന് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ബി.ജെ.പി ആണെന്ന് പറയാൻ പറ്റും. കാരണം ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ പിടിക്കുന്ന വോട്ട് ഷെയർ ആരുടെ, എത്ര, ഈ രണ്ട് ഘടകങ്ങളും ഈ മുന്നണികളിലെ ആര് ജയിക്കുകയും തോക്കുകയും ചെയ്യും എന്ന് തീരുമാനിക്കുന്നതായി മാറും. സത്യത്തിൽ അതിനെക്കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നമ്മളുടെ തിരഞ്ഞെടുപ്പ് അനാലിസിസിന് ഉണ്ടായിട്ടില്ല. മുമ്പുണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇനി വരെയായിരിക്കും കുറച്ച് കഴിയുന്ന സമയത്ത് അതിലേക്ക് എത്തിച്ചേരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ബി.ജെ.പി ഒരു നിയോജക മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ത്രികോണ മത്സര സ്വഭാവമുള്ള ഏതാണ്ട് 30-40 ഇടക്ക് നിയോജക മണ്ഡലങ്ങളിൽ ത്രികോണ മത്സര സ്വഭാവമുണ്ട്. ത്രികോണ മത്സരമല്ല, അതിൻ്റെ മത്സര സ്വഭാവമാണ്. ത്രികോണ മത്സരമുള്ള കുറച്ച് മണ്ഡലങ്ങളുള്ളൂ, 10 താഴെ ഉണ്ടാവും. അപ്പോൾ ഈ 40ഓളം നിയോജക മണ്ഡലങ്ങളിൽ ത്രികോണ മത്സര സാധ്യതയുള്ളതാണ്. അവിടെ ബി.ജെ.പി പിടിക്കുന്ന വോട്ട് ആരുടേത് എന്ന് നിശ്ചയിക്കുന്നതാണ് അവിടുത്തെ ഫലം. യു.ഡി.എഫിൻ്റെ വോട്ടും പിടിക്കാം, എൽ.ഡി.എഫിൻ്റെ വോട്ടും പിടിക്കാം. യു.ഡി.എഫിൻ്റെ വോട്ടാണ് അവർ പിടിക്കുന്നതെങ്കിൽ എൽ.ഡി.എഫ് അവിടെ വിജയിക്കും. അപ്പോൾ ഈ ശരിക്കും എൽ.ഡി.എഫിൻ്റെ ഒരു സ്ട്രാറ്റജി നോക്കുന്ന സമയത്ത് ആദ്യ ഘട്ടത്തിൽ ബി.ജെ.പി വളർച്ച എന്ന് പറയുന്നത് എൽ.ഡി.എഫിന് സഹായകരമാകും എന്നാണ് പൊതുവേ നമ്മളുടെ സെഫോളജിസ്റ്റുകൾ അംഗീകരിച്ചിട്ടുള്ള കാര്യം. എന്നുവെച്ചാൽ തിരഞ്ഞെടുപ്പ് വിചക്ഷണന്മാരെന്ന് വിദഗ്ധന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരാണ്. അവരുടെ ഒരു അഭിപ്രായം ഇതാണ്: ഇൻ ദ ഫസ്റ്റ് ഫേസ് ഈ ബി.ജെ.പിയുടെ വളർച്ച എന്ന് പറയുന്നത് ആരെ സഹായിക്കും എന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുപ്പിൽ, മറ്റുള്ള ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പിൽ അത് എൽ.ഡി.എഫിന് സഹായകരമായി തീരും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബി.ജെ.പിയുടെ വോട്ടൊരു 15 മുതൽ 20% വരെ ഉയരാം എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലും വോട്ട് വരുന്ന നിയോജക മണ്ഡലമുണ്ട്. ആ നിയോജക മണ്ഡലങ്ങളിൽ ചിലപ്പോൾ അത് എൽ.ഡി.എഫിന് ഗുണകരമായി മാറാം. മറ്റ് ചില നിയോജക മണ്ഡലങ്ങളിൽ അത് യു.ഡി.എഫിന് ഗുണകരമായി തീരും. ഇതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ ഒരു അവലോകനം നടക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എവിടെയൊക്കെയാണ് ഈ ബി.ജെ.പി ഇങ്ങനത്തെ സ്വാധീനം ചെലുത്തിയത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. തൂക്ക് മന്ത്രിസഭ ഉണ്ടാകുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നത്. ആ തൂക്ക് മന്ത്രിസഭ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ വലിയ വോട്ട് ഷെയർ ബി.ജെ.പിക്ക് ഉണ്ടാവണം, വലിയ സീറ്റുകൾ അവർ നേടണം. വോട്ട് ഷെയർ കൊണ്ട് തൂക്ക് മന്ത്രിസഭയെ നിശ്ചയിക്കാൻ പറ്റില്ല. അവർക്ക് സീറ്റുകൾ എത്ര കിട്ടും? സീറ്റുകൾ അവർക്ക് 5-ൽ താഴെ മാത്രമേ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന മുന്നണിക്ക് 70 മുതൽ 75 വരെ സീറ്റ് എന്തായാലും ഉണ്ടാവും. അത് എൽ.ഡി.എഫ് ജയിച്ചാലും ഉണ്ടാവും, യു.ഡി.എഫ് ജയിച്ചാലും അവർക്കുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് തൂക്ക് മന്ത്രിസഭ എന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിൾ പോസിബിലിറ്റിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അസാധാരണമായിട്ടുള്ളതും അസാധ്യവുമായിട്ടുള്ളൊരു സാധ്യത എന്ന് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും ഇങ്ങനെ സംഭാഷണം നടത്തുമ്പോൾ അവർക്ക് 2 ലക്ഷ്യങ്ങളുണ്ടാകും. ഒന്ന്, വസ്തുനിഷ്ഠമായി സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ള കാര്യത്തെ പ്രവചിക്കുന്ന ഒന്നായിരിക്കണം തൻ്റെ പ്രസ്താവന എന്ന് കരുതുന്ന പ്രവചന സ്വഭാവമുള്ളതായിട്ടുള്ള സംഭാഷണം നടത്തുന്നതായിട്ടുള്ള നേതാക്കൾ. രാജീവ് ചന്ദ്രശേഖരൻ അത്തരത്തിലുള്ള ഒരു നേതാവല്ല. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർ പറഞ്ഞ് ആ പറയുന്നതായിട്ടുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ പറ്റുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അതാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളം തൂക്ക് മന്ത്രിസഭയുടേതാണ് എന്ന് പറയുന്നത് പലവട്ടം പറഞ്ഞ് കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് ശരിയാണെന്ന് തോന്നാം. അതിന് ഉള്ള ഒരു അറ്റ്മോസ്ഫിയറും സർക്കംസ്റ്റാൻസും നമുക്ക് ചുറ്റുപാടുണ്ട്. എന്താ കാരണം? ഇവിടെ ഇതുവരെ നടന്നിരുന്ന സർവേകളെല്ലാം പറയുന്നത് എന്താണ്? മുന്നണികൾ ഒപ്പത്തിനൊപ്പം, അല്ലെ, ഇഞ്ചോടിഞ്ച് പോരാട്ടം, ആര് ജയിച്ചാലും അധികം ഭൂരിപക്ഷം ഉണ്ടാവില്ല. ഇത്തരം വാർത്തകളൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസ്താവനക്ക് സഹായകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ
ഉറച്ചു വിശ്വസിക്കുന്നത്. അത് വെറൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് ഡാറ്റകളൊക്കെ പരിശോധിച്ച് നമ്മൾ ഒരുപാട് കാലത്തെ അനുഭവം വെച്ചിട്ടെന്ന് നമ്മൾ ഇതിനെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, തൂക്ക് മന്ത്രിസഭ എന്ന് പറയുന്നത് കേരളത്തിലുണ്ടാവില്ല എന്ന്. ഇപ്പോൾ 2016 കേരളത്തിലെ പോളിംഗ് എന്ന് പറയുന്നത് 77.10 2021 അത് 73.9, 2026 വരുമ്പം 78.27 ആയിട്ട് അത് വർദ്ധിക്കുകയാണ്. ഇത് ശരിക്കും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. കേരള ചരിത്രത്തിലെ ഒരു വലിയ പോളിംഗ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം 80 മുതലേ ഈ ഒരു പോളിംഗ് അല്ലെങ്കിൽ ഏതാണ്ട് ഇതിനടുത്തുള്ള പോളിംഗ് കേരളത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇതിനെ കാണുന്നത് കേരളത്തിൽ ഇപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളെല്ലാം വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ്. അത് കൂടുതലാണോ കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലുമല്ല കുറവുമല്ല, അതൊരു ശരാശരി പ്രോസസ്സാണ്. നമ്മൾ മനസ്സിലാക്കുക. പേഴ്സൻറ്റേജ് ഓഫ് വോട്ട് എന്ന് പറഞ്ഞിട്ട് കണക്ക് വരുന്ന സമയത്ത് വ്യത്യാസം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ SIRന് ശേഷമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ SIRന് ശേഷം ഉള്ള തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണ്? വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആളുകൾ, മരിച്ചുപോയ ആളുകൾ, സ്ഥലത്തില്ലാത്തവർ, അതൊക്കെ വിട്ടപ്പെട്ട് പോയി. പിന്നെ ഉള്ളത് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾ മാത്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേഴ്സൻറ്റേജ് ഈ 78 ഉള്ളു എങ്കിൽ അത് കുറവാണ് എന്നുള്ള അഭിപ്രായക്കാരന്. എന്നുവെച്ചാൽ വോട്ട് പേഴ്സൻറ്റേജ് കുറഞ്ഞിരിക്കുക. അത് നമ്മളെങ്ങനെ മനസ്സിലാക്കണം? വോട്ട് ചെയ്തിരിക്കുന്നവരുടെ എണ്ണം, നമ്പർ ഓഫ് വോട്ട്സ് പരിശോധിക്കുക. നമ്പർ ഓഫ് വോട്ട്സിൽ കാര്യമായിട്ട് ഇൻക്രീസ് ഇല്ല, പല സ്ഥലത്തും ഡിക്രീസ് ആണുള്ളത്. നമ്പർ ഓഫ് വോട്ട്സ്, എത്ര വോട്ട് ചെയ്ത്, പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100ൽ എത്ര എന്നുള്ളതാണ്. 100 പേര് വോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ എത്ര വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം SIR വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആൾക്കാർ മുഴുവൻ വെട്ടപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ മുഴുവൻ ആളുകളും വോട്ട് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവേണ്ടതാണ്. അതില്ല. ഇപ്പോഴും കുറേ ആൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് നമ്മളതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ വോട്ട് പേഴ്സൻറ്റേജ് കൂടി എന്ന് പറയുന്നതുകൊണ്ട് ഏതെങ്കിലും മുന്നണിക്ക് ഗുണമുണ്ടാവും എന്ന് പറയുന്ന കാഴ്ചപ്പാട് തെറ്റായ കാഴ്ചപ്പാടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഇൻക്രീസ് ഇൻ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് അതൊരു വെർച്വൽ ഇൻക്രീസ് മാത്രമാണ്. വെർച്വൽ, നോട്ട് റിയൽ. ഇതിലിപ്പോൾ അതിൽ പലരും സൂചിപ്പിക്കുന്നത് LDFന് ഇത് ട്രെൻഡ് അനുകൂലമാവുന്നത് LDFനാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 2021 അധികാരത്തിൽ വന്നത് അവരാണ്. ആ സമയത്തും കഴിഞ്ഞ കാലത്തിനേക്കാളും കൂടുതലായിരുന്നു പോളിംഗ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇതൊരു LDFന് അനുകൂലമാണ്. LDFന് അനുകൂലമല്ല, ഇത് UDFന് അനുകൂലമല്ല. ഇത് സാധാരണ നമ്മളുടെ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളെ കൂടി ഇപ്പോൾ വോട്ട് ചെയ്യുന്ന അവസ്ഥയാണ്. അതിൽ കൂടുതലല്ലാണ്ട് ഈ എല്ലാ ആളുകളും കൂടി ഇരച്ചേറി വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിനകത്തില്ല. സാമാന്യം വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പോയി വോട്ട് ചെയ്യുന്നു, അത്ര നമുക്ക് കണക്കാക്കേണ്ട ആവശ്യം. അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പാറ്റേൺ ആവർത്തിക്കാനായിട്ടുള്ള സാധ്യതയാണ് ആ കാര്യത്തിലുള്ളത്. പക്ഷേ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തെ ആശ്രയിച്ചല്ല തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നത് വോട്ട് ചെയ്ത വ്യക്തികൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ചെയ്ത മുന്നണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എത്ര വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. 2021 വോട്ട് ചെയ്ത ആളുകളൊക്കെ തന്നെയാണ് 26 വോട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൽ കുറേ ആളുകൾ LDFന് അന്ന് ചെയ്തത് LDFന് ചെയ്യാതെ UDFന് ചെയ്യുന്നു. അതുകൊണ്ടാണ് UDFന് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ആ അഡ്വാൻറ്റേജ് പക്ഷേ LDFനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പറ്റുന്നിടത്തോളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് LDF തുടരാം, അവർക്ക് കിട്ടാവുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 70ന് മുകളിൽ, അത് 72 മുതൽ 75 വരെ ആകാം. ഈ ഒരു ഹിന്ദു ഏകീകരണം എന്ന് പറയുന്ന ഒരു ദൗത്യത്തിലേക്ക് BJP വിജയിച്ചു കയറുകയാണ്. ഹിന്ദു ഏകീകരണത്തിൽ ഒരു പരിധി വരെ BJP ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ ഏകീകരിക്കാനില്ല. ഹിന്ദു ഏകീകരണത്തിൻ്റെ ലിമിറ്റേഷനായി എന്നാണ് ഞാൻ കണക്കാക്കുക. ഇതിൽ കൂടുതൽ ഏകീകരണം സാധ്യമല്ല. ഇതിൽ കൂടുതൽ ഏകീകരിക്കാനായിട്ട് BJPക്ക് കഴിയുമില്ല. അത് BJP മനസ്സിലാക്കിയതുകൊണ്ടാണ് BJP കേക്കുമായിട്ട് അരമനയിലേക്ക് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിങ്ങളിലെ പല ആളുകളെയും അവരുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഹിന്ദു ഏകീകരണം കൊണ്ട് മാത്രം ഒരു കാലത്തും കേരളത്തിൽ BJP ഭരണത്തിൽ വരികയില്ല. അതിന് മറ്റു മാർഗങ്ങൾ തേടേണ്ടതുണ്ട്. അതിലൊന്നാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കുറേ ആളുകളെ കൊണ്ടുവരിക, മുസ്ലിം സമൂഹത്തിൽ നിന്ന് കുറേ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ വരുന്ന ഒരു മിക്സ് അല്ലെങ്കിൽ ഒരു മിശ്രിതത്തിന് മാത്രമേ കേരളത്തിൽ BJPയെ ജയിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ എടുക്കുന്ന ഒരടവുകളും കേരളത്തിലെടുത്തിട്ട് കാര്യമില്ല എന്ന് BJP കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പരീക്ഷണമാണ് 2020 അവരിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയിലേക്ക് നേരിട്ട് വരാൻ തയ്യാറില്ലാത്തതായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക്
ബി ജെ പിയിൽ എത്തിച്ചേരാനായിട്ട് ബി ജെ പിയെ തൊടാനായിട്ടുള്ള വഴിയാണ് 2020. ഞാൻ ആരാണ്? ഞാൻ 2020കാരൻ. നിങ്ങൾ ഏത് മുന്നണിയെ? NDA. അതിൽ അവർക്കൊരു പ്രശ്നമില്ല. അപ്പോൾ NDA മുന്നണിയായിട്ട് നിൽക്കാം. പക്ഷേ ഞങ്ങൾ ആരാണ്? 2020കാരാണ്. ഞങ്ങൾ പ്രൊഫഷണൽ സംഘത്തിൽപ്പെട്ടവർ. ആ തരത്തിൽ വർത്തമാനം പറയുന്നത്, ആ തരത്തിലുള്ള ലോജിക്ക് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഈ ഹിന്ദു ഏകീകരണ സാധ്യതയുടെ ലിമിറ്റ്, അതിൻ്റെ നിയന്ത്രണ രേഖ ആയി. ഇനി അപ്പുറത്തേക്ക് അവർക്ക് ഹിന്ദുക്കളിൽ നിന്ന് വോട്ട് നേടാൻ കഴിയില്ല എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു 25,000 മുതൽ 30,000 വോട്ടുകൾ വരെയാണ് ഹിന്ദു ഏകീകരണത്തിലൂടെ ബി ജെ പിക്ക് നേടാനായിട്ട് കഴിയുന്നത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ഒരു 10,000 വോട്ടും കൂടി വേണ്ടി വരും. ആ 10,000 വോട്ട് ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നും നേടാൻ കഴിഞ്ഞാൽ ബി ജെ പിക്ക് കഴിയും. അപ്പോൾ ബി ജെ പി അതുകൊണ്ട് തന്നെ കേരളത്തിൽ അവരുടെ പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രൂപപ്പെടുത്തണം. അത് പെടുത്താനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDF ഇത്തവണ പറഞ്ഞ അവരുടെ പ്രചരണം എന്ന് പറയുന്നത് വികസനത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആയിരുന്നില്ല. അല്ല, വികസനം പറയുന്നത് ബി ജെ പി ആണ്. അതേ ആ ഒരു രീതിയിൽ തന്നെ തങ്ങളും വികസനത്തിന്റെ പാതയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ബി ജെ പിക്ക് വേണ്ടി കൃത്യമായിട്ട് നിലം ഒരുക്കി കൊടുക്കുകയായിരുന്നില്ല LDF? അല്ല, കേരളത്തിലെ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് എറണാകുളത്ത് മെട്രോ വന്നു, മെട്രോ റെയിൽ വരുന്ന സമയത്ത് അതിൻ്റെ സ്വീകാര്യത കുറവായി. പക്ഷേ അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചു. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് സമയം വളരെ കുറവാണ്. വഴിയിൽ കെട്ടിക്കിടക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അവർ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ NH-66 അതിൻ്റെ പണി തുടങ്ങി ഒരു ഏതാണ്ട് 75% മുകളിൽ കഴിഞ്ഞു. പലയിടങ്ങളിൽ തുറന്നു കൊടുത്തു. ഈ NH-66 വന്നപ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ സമൂഹം നേരിടുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് അതിൻ്റെ ഈ സാധ്യത വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് പറയുന്ന സാധ്യത, അവരൊന്നും വെറുതെ വഴിയിലിങ്ങനെ കെട്ടിക്കിടക്കേണ്ട താല്പര്യമല്ല. എന്നുവെച്ചാൽ ജനം ആ രീതിയിൽ പുരോഗതി ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അത് ആർക്കാണ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? അവരുടെ ഒപ്പം നിൽക്കാൻ ജനങ്ങൾ തയ്യാറാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് LDF എന്ത് ചെയ്ത് ഈ വികസനം എന്ന് പറയുന്ന മുദ്രാവാക്യത്തെ മുന്നോട്ട് വെച്ച്. ഒരു ഇടതുപക്ഷ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിയാൽ ഈ വികസന കാഴ്ചപ്പാടെന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയും. ഗൗതം ചിലപ്പോൾ പറയുന്നത് അങ്ങനെ ആയിരിക്കാം. കാരണം വികസനം എന്ന് പറയുന്നത് ആരുടെ വികസനം? കെട്ടിടങ്ങൾ, റോഡുകൾ, ഇതാണ് വികസനം. ഞാൻ വികസനം രാഷ്ട്രീയം മുമ്പോട്ട് വയ്ക്കുമ്പം LDFന്റെ യഥാർത്ഥ തനത് രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിൽ നിന്ന് അവർ വ്യതിചലിക്കുകയാണല്ലോ എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ LDF BJP എന്ന് പറയുന്ന വ്യത്യാസം തന്നെ ഇല്ലാതാവുകയാണ്. അതല്ല പ്രശ്നം. നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നിലനിൽക്കണമെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനം അഭിസംബോധന ചെയ്യേണ്ടത് ആ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ. പണ്ട് ചെറ്റപ്പുരകളുണ്ടായിരുന്നു. പണ്ട് താമസിക്കാനായിട്ട് കുടിയാനെ ജന്മിയുടെ കീഴിൽ അടിമയെ പോലെ ജീവിക്കേണ്ടതുണ്ട്. അന്നത്തെ അഭിസംബോധന അതിനെ ജന്മത്വമില്ലായ്മ ചെയ്യുക, ദാരിദ്ര്യമില്ലായ്മ ചെയ്യുക, അവന് കൂര വെച്ച് കൊടുക്കുക, അവന് സ്വന്തമായ ഭൂമി ഉണ്ടാക്കുക. അതാണ് കുടിയെടുപ്പ് സമരത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്തിരുന്ന കാര്യം. അത് കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും ഇന്നത്തെ സമൂഹം തയ്യാറല്ല. കാരണം സമൂഹം വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. അവർക്ക് പുതിയ പുതിയ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ചെയ്യാൻ പ്രാപ്തരാര് അവർ വോട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നു. അങ്ങനെയാണ് കോൺഗ്രസിനെ മറികടന്ന് പല കാര്യങ്ങളിലും LDFന് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത്. LDF അത് പറഞ്ഞാൽ അത് നടത്താൻ അവർക്ക് കഴിയും, UDF പറഞ്ഞാൽ അത് നടത്താൻ കഴിയില്ല എന്ന് കരുതുന്നു. ഈ തിരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം നോക്ക്. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന മുദ്രാവാക്യം. വേറെ ആരും വെച്ചില്ല. കോൺഗ്രസിനെ വിശ്വസിക്കുകയാണ് ജനം എന്നുണ്ടെങ്കിൽ വൻ ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടണ്ടേ? സ്ത്രീകളൊക്കെ പോയി വോട്ട് ചെയ്യണ്ടേ? രണ്ടാമത് കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ കൊടുക്കാമെന്ന് വേറെ ആരും വെച്ചില്ല. പക്ഷെ കോൺഗ്രസ് വെച്ച മുദ്രാവാക്യമാണ്. അതിന് വിശ്വാസ്യത ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെട്ടാൽ കോൺഗ്രസ് എന്ത് ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിക്കേണ്ടത്? ജയിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ജയിക്കാൻ സാധ്യത നമ്മൾ പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുകയാണ്. അതിൻ്റെ പേരിൽ ജയിക്കില്ല എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയത്. കാരണം അവർ ക്രെഡിബിൾ അല്ല എന്നുള്ളതാണ്. അവർ ക്രെഡിബിൾ അല്ല എന്ന് തെളിയിച്ചത് അവരാണ്, മറ്റുള്ള ആളുകളല്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ചൂരന്മലയിൽ അവർ വീട് വെച്ച് കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമേ.
മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ക്രെഡിബിൾ അല്ല എന്ന് അവർ തെളിയിക്കുമ്പോൾ അവർക്ക് എന്തിനു വോട്ട് ചെയ്യണം? ഇതാണ് ക്വസ്റ്റ്യൻ. പക്ഷേ അവസാനം ചോദിക്കേണ്ടത്, ഒരു 19% വോട്ട് ഷെയറിൽ നിന്ന് ഒരു 25-ലേക്ക് BJP ഉയരുകയാണെങ്കിൽ ഒരു വലിയ മാറ്റമായിരിക്കില്ലേ? തീർച്ചയായിട്ടും ഗെയിം ചേഞ്ചർ എന്ന നിലയ്ക്ക് BJP നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 19-ൽ നിന്ന് 25-ലേക്കൊക്കെ വരുമ്പോൾ അത് നിലവിലുള്ള മുന്നണികളുടെ വിജയത്തെ പോലും ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമാണ് എത്രമാത്രം BJPയുടെ വളർച്ച നിലവിലുള്ള രണ്ട് മുന്നണികളെയും UDF-നെയും LDF-നെയും ബാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.